ആഗോളതാപനം അഥവാ കാലാവസ്ഥാ പ്രതിസന്ധി ലോകത്ത് എവിടെയും ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ പ്രധാന കാരണം അത് ഈ ആഗോളതാപനമാണ് എന്നുള്ളതാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന നിലപാട്. അതിൻ്റെ ഈ ആഗോളതാപനം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് നമ്മളുടെ കാർബൺ ബഹിർഗമനമാണ്. അതായത് നമ്മൾ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ പൊതുവെ ഇന്ധനങ്ങൾ ജ്വലിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക, അത് വലിയ രീതിയിൽ കാർബൺ ബഹിർഗമനം സൃഷ്ടിക്കുന്നുണ്ട്. വ്യവസായശാലകളിൽ നിന്ന് വലിയ രീതിയിൽ കാർബൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഈ ഹരിതഗൃഹവാതകങ്ങൾ എന്ന് പറയുന്ന സംഗതിയുമുണ്ട്. അതായത് അന്തരീക്ഷ താപനിലയ്ക്ക് വിരുദ്ധമായ ഒരു താപനില സൃഷ്ടിച്ചിട്ട് അതിനുള്ളിൽ നമ്മൾ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതുമൂലമുണ്ടാകുന്ന താപവ്യതിയാനം, അതിനെയാണ് പൊതുവെ ഹരിതഗൃഹവാതകങ്ങൾ എന്ന് പറയുക. നമ്മൾ ഈ ഗ്രീൻ ഹൗസ് എന്ന രീതിയിൽ കൃഷി നടപ്പാക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ ഉദ്ദേശിച്ചാണ് ഈ ഹരിതഗൃഹവാതകം എന്നൊക്കെ പൊതുവിൽ പറയുക. അപ്പോൾ ഈ കാർബൺ ബഹിർഗമനം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. അതിൻ്റെ കാരണം ഈ കാർബൺ ബഹിർഗമനം നമ്മളുടെ അന്തരീക്ഷ താപനില ഉയർത്തുന്നതിൽ നിർണായക ഘടകമാകുന്നു എന്നുള്ള ഒരു ശാസ്ത്ര സത്യമുണ്ട്. അപ്പോൾ അന്തരീക്ഷ താപനില ഉയരുന്നതിനനുസരിച്ച് നമ്മളുടെ ഈ ധ്രുവ മേഖലകളിൽ, പ്രത്യേകിച്ച് ആർട്ടിക്ക, അന്റാർട്ടിക്ക പോലെയുള്ള ധ്രുവ മേഖലകളിൽ ഉറഞ്ഞുകൂടി കിടക്കുന്ന മഞ്ഞ് അത് വലിയ രീതിയിൽ അത് ഉരുകുന്നു. അങ്ങനെ മഞ്ഞുരുകുന്നതിൻ്റെ ഫലമായിട്ട് നമ്മളുടെ സമുദ്രങ്ങളിലെ ജലനിരപ്പ് ഉയരുന്നു. അത് നമ്മുടെ ഭൂമിയുടെ ജീവൻ്റെ നിലനിൽപ്പിന് പോലും അപകടകരമാണ് എന്ന തരത്തിൽ ചില നിഗമനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലോകത്തുള്ള മഴക്കാടുകൾ നശിക്കുന്നത്, വനനശീകരണം ഒരു ഭാഗത്ത് നടക്കുന്നു. അതോടൊപ്പം തന്നെ വൻതോതിലുള്ള തീപിടുത്തങ്ങൾ, കാട്ടുതീ, അതേപോലുള്ള പ്രതിസന്ധികൾ നമ്മൾ നേരിടുന്നു. അപ്പോൾ ഈ ഘട്ടത്തിലൊക്കെയാണ് ഐക്യരാഷ്ട്രസഭ മുൻകൈയെടുത്ത് ഈ ആഗോള താപനം അതിനെ നേരിടുന്നതിനും അജണ്ടയായി വെച്ചുകൊണ്ട് ഈ കാലാവസ്ഥ ഉച്ചകോടി അല്ലെങ്കിൽ ഇതേപോലെ, അതായത് ഈ കാലാവസ്ഥ വ്യതിയാനം സംബന്ധിച്ച ആശങ്കകൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഉച്ചകോടി വിളിച്ചു ചേർക്കുന്നത്. അപ്പോൾ ഇത്തവണ അതിൻ്റെ 30ാമത് സമ്മേളനമാണ് നടക്കുന്നത്. ബ്രസീലിലെ ആമസോണിലുള്ള ബെലം എന്ന് പറയുന്ന പ്രദേശത്താണ്, ആ സ്ഥലത്താണ് ഈ സമ്മേളനം നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഐക്യരാഷ്ട്രസഭയിലെ ഇത്രയും നിർണായകമായ ഒരു കാലാവസ്ഥ ഉച്ചകോടി നടക്കുമ്പോൾ അവിടെയും താരമായത് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹം അവിടെ പങ്കെടുത്തിട്ടില്ല എങ്കിൽ പോലും ഡൊണാൾഡ് ട്രംപ് അവിടെ വലിയ താരമായി. അതിന് കാരണവുമുണ്ട്. കാര്യം അതിൽ പങ്കെടുത്ത ഒരു വിഭാഗം രാഷ്ട്ര നേതാക്കൾ ഡൊണാൾഡ് ട്രംപിനെ കണിശമായി അങ്ങ് വിമർശിച്ചു. കാരണം ഡൊണാൾഡ് ട്രംപിൻ്റെ പല നിലപാടുകളും ഈ കാലാവസ്ഥാ വ്യതിയാനം പോലെയുള്ള വെല്ലുവിളി നേരിടുന്നതിനെ തുരങ്കം വയ്ക്കുന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് എന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. അതേസമയം തന്നെ ഡൊണാൾഡ് ട്രംപ് ഉന്നയിച്ച വിഷയങ്ങളിൽ അതിനോട് അനുകൂലിച്ച് പല രാഷ്ട്ര നേതാക്കളും ഈ സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്നു എന്നുള്ളതാണ് മറ്റൊരു സംഗതി. അപ്പോൾ എന്താണ് ഡൊണാൾഡ് ട്രംപ് ഈ ആഗോള താപനത്തിൽ എടുത്ത പൊതു നിലപാട്? അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ ആഗോള താപനം എന്ന് പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ്. അത് ഈ വികസനത്തെ തുരങ്കം വയ്ക്കാൻ, അല്ലെങ്കിൽ വ്യാവസായികമായി സ്വതന്ത്രമാക്കപ്പെട്ട, വ്യാവസായികമായി സുസ്ഥിരമായി നിൽക്കുന്ന രാജ്യങ്ങളെ അസൂയയോടെ കാണുന്ന മറ്റ് രാഷ്ട്രങ്ങൾ ഈ വ്യാവസായിക കുതിപ്പിന് തടയിടാൻ വേണ്ടി സൃഷ്ടിക്കുന്ന വെറും ഒരു വാദം മാത്രമാണ് ഈ ആഗോള താപനം എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിലപാട്. അതേപോലെ തന്നെ ഈ വനനശീകരണവും ആഗോള താപനവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ ഈ പരിസ്ഥിതി സംരക്ഷണം അത്തരം കാര്യങ്ങളിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഈ കാർബൺ ബഹിർഗമനം സംബന്ധിച്ചുള്ള നിയന്ത്രണങ്ങൾ അമേരിക്കയ്ക്ക് ബാധകമല്ല. വ്യവസായവൽക്കരണ നടപടികളുമായിട്ട് അമേരിക്ക മുന്നോട്ട് തന്നെ പോകും എന്നുള്ളതാണ് ട്രംപിൻ്റെ നിലപാട്. അപ്പോൾ ഈ കാർബൺ ബഹിർഗമനത്തിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്ന രാജ്യങ്ങളിലൊന്ന് ചൈനയാണ്, അത് കഴിഞ്ഞ അമേരിക്കയാണ്. അപ്പോൾ ഇങ്ങനെ വൻ ശക്തി രാജ്യങ്ങൾ, വൻതോതിൽ വ്യവസായശാലകൾ സ്വാഭാവികമായി ഉള്ളതുകൊണ്ട് തന്നെ, വലിയ രീതിയിൽ ജനസംഖ്യ ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരം രാജ്യങ്ങൾ ഇത്തരം ആക്ഷേപങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഈ ആഗോള താപനം സംബന്ധിച്ചുള്ള ചർച്ച നടക്കുന്ന വേദിയിൽ അമേരിക്ക പങ്കെടുക്കുന്നില്ല. ഡൊണാൾഡ് ട്രംപ് അവിടെ ഇല്ല. എന്നിട്ട് പോലും ട്രംപിനെ അവിടെ കണക്കറ്റ് വിമർശിച്ചു. അതിൽ വിമർശിച്ചത് ഒന്ന് കൊളംബിയ, മറ്റൊന്ന് ചിലി രാഷ്ട്ര നേതാക്കളാണ്. അപ്പോൾ അതിൽ അമേരിക്കയെ, പരിസ്ഥിതി ശാസ്ത്രത്തിനെതിരായി നീങ്ങുന്ന അമേരിക്കൻ നിലപാടുകളെ ഒറ്റപ്പെടുത്തണം എന്നൊരു നിലപാടാണ് അവിടെ കൊളംബിയ അല്ലെങ്കിൽ ചിലിയുടെ നേതാക്കൾ പറഞ്ഞത്. അവിടെ UK പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ അദ്ദേഹം അവിടെ പങ്കെടുത്തു. അദ്ദേഹം പക്ഷേ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിനുള്ള രാഷ്ട്രീയ പിന്തുണ കുറയുന്നതിൽ, അതായത് പല രാഷ്ട്ര നേതാക്കളും ഇതിൽ പങ്കെടുക്കേണ്ടതായിരുന്നു, എന്നാൽ അവർ പലതും ഇതിൽ പങ്കെടുത്തില്ല. അപ്പോൾ അതിൽ അങ്ങനെയുള്ള പിന്തുണ കുറയുന്നതിൽ അദ്ദേഹം വലിയ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ വെല്ലുവിളി എങ്ങനെ നേരിടും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശങ്ക. പക്ഷേ
UK ഭരണകൂടം ഈ പ്രതിസന്ധിക്ക് ഒപ്പം നിന്ന് പ്രവർത്തിക്കും. UK നിലപാട് ഈ കാലാവസ്ഥാ വ്യതിയാനം പരിഹരിക്കപ്പെടണം എന്നുള്ളതിനോടൊപ്പമാണെന്ന് കീർ സ്റ്റാർമർ പറഞ്ഞു. അപ്പോൾ ഈ ചിലിയും അതേപോലെ തന്നെ കൊളംബിയ നേതാക്കൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. അതായത് ഈ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള ശാസ്ത്രീയ നിഗമനങ്ങൾ വളരെ വ്യക്തമാണ്. അതേ തെറ്റായി ചിത്രീകരിച്ചുകൊണ്ട് അതിനെ വക്രീകരിക്കാനാണ് ട്രംപ് ശ്രമിച്ചത് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും ഈ ട്രംപിനെ അവിടെ കണക്കറ്റ് വിമർശിച്ചെങ്കിൽ പോലും ട്രംപിൻ്റെ ഈ ആഹ്വാനം അത് വലിയ രീതിയിൽ രാജ്യങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ള നിസ്സംശയം പറയേണ്ടി വരും. കാര്യം ട്രംപ് എടുത്തിരിക്കുന്ന നിലപാട്, അതായത് ഒരു രാജ്യത്തിൻ്റെ വികസനത്തെ തുരങ്കം വെക്കാനായിട്ടുള്ള പരിപാടിയാണ് ഈ ആഗോളതാപനം എന്നുള്ള ആ ആക്ഷേപം പല രാജ്യങ്ങളിലും വലിയ ചർച്ചയായി. പല രാഷ്ട്ര നേതാക്കളും ഈ സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഈ ആഗോളതാപനം സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ഈ കാർബൺ ബഹിർഗമനം അത് നിയന്ത്രിക്കും എന്നുള്ള പാരീസ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ഏതാണ്ട് 194 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനുമാണ്. ഏതാണ്ട് 107 രാജ്യങ്ങൾ ഈ ഒരു ഉടമ്പടിയോട് അനുഭാവം പ്രകടിപ്പിക്കുന്നവരുമാണ്. എന്നിട്ട് പോലും ഈ സമ്മേളനത്തിൽ ഏതാണ്ട് 200ഓളം രാഷ്ട്രപ്രതിനിധികളെ ഈ ബ്രസീലിൻ്റെ ഭരണകർത്താക്കൾ, കാര്യം ബ്രസീലാണ് ഇതിൻ്റെ സംഘാടകർ, അവിടെ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ വളരെ കുറച്ച് രാഷ്ട്ര നേതാക്കൾ മാത്രമാണ് ഇതിൽ പങ്കെടുത്തത്. പ്രത്യേകിച്ചും ഇന്ത്യ, അമേരിക്ക, ചൈന, റഷ്യ പോലെയുള്ള വൻ ശക്തി രാജ്യങ്ങളുടെ പ്രതിനിധികൾ ആരും തന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായ സംഗതിയാണ്. ഈ സമ്മേളനത്തിലുണ്ടായ മറ്റൊരു കാര്യം, ഈ ആമസോൺ മഴക്കാടുകളുടെ നശീകരണം തടയുന്നതിന് വേണ്ടിയിട്ട് ആഗോള രാജ്യങ്ങളുടെ ധനസമാഹരണം ബ്രസീൽ ലക്ഷ്യമിട്ടിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ലുലാല ഡിസിൽവ, ബ്രസീൽ പ്രധാനമന്ത്രി, ട്രംപിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് ചില തീവ്രശക്തിയുള്ള ആൾക്കാർ ഓരോ വാർത്തകൾ പടച്ചുവിടുന്നു. അതുകൊണ്ട് ആഗോളതാപനം മൂലം ആവാസ വ്യവസ്ഥയുടെ ഘടന മാറിയത്, അതേപോലെ ഭാവി തലമുറയുടെ ജീവിതത്തെ തന്നെ തുരങ്കം വെക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ഇത്തരക്കാർ, ഇതേപോലെ കാര്യങ്ങൾ പടച്ചുവിടുന്നവർ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ട്രംപിനെ പേരെടുത്ത് പരാമർശിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നിലപാട് എടുത്ത ബ്രസീൽ പ്രസിഡന്റ് പ്രതീക്ഷിച്ചത് ഈ ആമസോൺ മഴക്കാടുകളിൽ വലിയ നാശം സംഭവിക്കുന്നു, അവിടെ ബ്രസീലിൽ വലിയ തീപിടുത്ത ഭീഷണിയുണ്ട്. അപ്പോൾ അതിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി ഒരു ആഗോള ഫണ്ട് സമാഹരണം അവർ ലക്ഷ്യമിട്ടിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് $125 ബില്യൺ അത്തരത്തിൽ സമാഹരിക്കാൻ ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷേ ഈ ഫണ്ട് സമാഹരണത്തിൽ അവസാന നിമിഷം UK പിന്മാറി. UK പ്രധാനമന്ത്രി അവിടെ നേരിട്ട് പങ്കെടുത്തെങ്കിലും ഈ ഫണ്ട് സമാഹരണവുമായിട്ട് തൽക്കാലം സഹകരിക്കുന്നില്ല എന്നുള്ളൊരു നിലപാടാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആഗോളതാപനം സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന നിർണായക ഒരു ഘട്ടത്തിൽ, അതായത് ഈ കാർബൺ ബഹിർഗമനം, അതാണ് മുഖ്യ അജണ്ട. ഇപ്പോൾ ഇന്ത്യ അതിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ പോലും ഇന്ത്യ ഈ കാര്യത്തിൽ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. 2070 ഈ കാർബൺ ബഹിർഗമനം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഉള്ള പദ്ധതികളാണ് ഇന്ത്യ ആസൂത്രണം ചെയ്യുന്നത്. 2030 ഈ മലിനീകരണ തോത് 45% കുറയ്ക്കണം എന്നുള്ളൊരു നിലപാടും എടുത്തിരിക്കുക. അപ്പോൾ ഇതിനെ സഹായകരമാകുന്ന രീതിയിൽ ഇന്ത്യ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ, അതായത് സോളാർ വൈദ്യുതി, അതേപോലെ കാറ്റിൽ നിന്നുള്ള വൈദ്യുതി അടക്കം ഉപയോഗിക്കുക, അതേപോലെ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക, പെട്രോൾ ഡീസൽ വാഹനങ്ങൾ പരമാവധി കുറച്ച് പരമാവധി ഇലക്ട്രിക് വാഹനങ്ങൾ വിപണിയിലിറക്കുക, അതിൻ്റെ ഉപയോഗം സാർവത്രികമാക്കുക എന്നുള്ളതൊക്കെയാണ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന അജണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു നിലപാട് ഇന്ത്യ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ പ്രതിനിധികൾ ആരും തന്നെ ഈ കാലാവസ്ഥാ ഉച്ചകോടിയിൽ പങ്കെടുത്തില്ല എന്നുള്ളത് ശ്രദ്ധേയമായ സംഗതി തന്നെയാണ്. അവിടെയും താരമായത് ട്രംപാണ് എന്നുള്ള കാര്യം. ട്രംപിൻ്റെ നിലപാട് അവിടെ വലിയ രീതിയിൽ പല രാജ്യങ്ങളെ സ്വാധീനിച്ചു. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ആ സമ്മേളനത്തിൽ വിമർശിക്കപ്പെട്ടു. അപ്പോൾ ഈ പുതിയ ഉച്ചകോടിയിൽ കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ചുള്ള ആശങ്കകൾ ഇതിനു മുമ്പ് പലതവണ ചർച്ച ചെയ്തതാണ്, പല തീരുമാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ പുതിയ ഉച്ചകോടിയിൽ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് വരുന്നത്, എന്തൊക്കെ നടപടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം.